ഒരു സോഷ്യലിസ്റ്റുകാരൻ മകൻ ആരായിരിക്കണം എന്നാണ് ആലോചിക്കുക? അയാൾ കമ്മ്യൂണിസ്റ്റ് ആകണമെന്നല്ലേ ആലോചിക്കുക? സഖാവേ എന്ന് മാത്രം വിളിച്ച് എന്ത് നഷ്ടം വന്നാലും ശരി ഞാനൊരു സഖാവാണല്ലോ എന്ന് അഭിമാനിക്കുന്ന ഒരാളുടെ മകൻ സമ്പന്നനായി ആഡംബരത്തോടുകൂടി മറ്റൊന്നിനും ശ്രദ്ധിക്കാതെ എന്ത് സംഭവിച്ചാലും ഭൂമിയിൽ തനിക്ക് കുഴപ്പമില്ല എന്ന വിധത്തിൽ ഒരു കുഴപ്പത്തിനും കാരണക്കാരനല്ലാതായി ജീവിക്കുന്ന ഒരു വലിയ തലമുറ വളർന്നു വരുമ്പോഴാണ് അതിലൊരുവനാണ് എന്ന അഭിമാനപൂർവം തൻ്റെ മകനെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുമ്പോൾ ജീവിതം പണയം വെച്ച് എത്ര അടിയാ കൊള്ളുന്നത്, എത്ര തല്ലാ കൊള്ളുന്നത്, എത്ര അപമാനമാണ്, എത്ര ആരോപണങ്ങളാണ് ഒരു SFIക്കാരനോ ഒരു DYFIക്കാരനോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ കൽപ്പറ്റ നാരായണൻ മാഷിന്റെ വർത്തമാനം കേട്ടെനിക്ക് ചിരിയാണ് വരുന്നത്. MK സാനുമാഷും MDയും പത്മനാഭനും കാക്കനാടനും അടക്കമുള്ളവർ, അതുപോലെ എല്ലാ സാഹിത്യ മഹാപ്രതിഭകളും ഈ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റാണെന്ന് തെറ്റിദ്ധരിച്ചപ്പോൾ ഈ കാരണഭൂതവൻ ഈ ലോകത്തിൻ്റെ പ്രകാശമെന്ന് വരെ പാട്ടുകൾ എഴുതി നമ്മുടെ മലയാളി മംഗമാരെ കൊണ്ട് തിരുവാതിര കളിപ്പിച്ച് അവരുടെ മക്കളെയൊക്കെ DYFIക്കാരും SFIക്കാരുമാക്കി അവരെയൊക്കെ കുരുതി കഴിച്ചും കൊല വിളിച്ചും കേസിൽപ്പെടുത്തി നിരപരാധികളെയൊക്കെ ക്രൂശിച്ചും സുഖിച്ച് വാണരുളുന്ന തൻ്റെ മകനെ അങ്ങ് വിദേശ മുതലാളിയാക്കി വളർത്തിയെടുത്തത് കണ്ടോടാ കഴുതകളെ നീക്ക എന്നെ ആ താഴ്ത്തി ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പത്രക്കാരോട് വളരെ ഭവ്യമായി ചിരിച്ച് ചോദിക്കുക, എൻ്റെ മകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അധികാരത്തിൻ്റെ ഇടനാഴികളിൽ നിങ്ങളവനെ കണ്ടിട്ടുണ്ടോ എന്ന് കേരളീയരോട് ചോദിച്ച് കേരളീയരെ കളിയാക്കുന്ന ഈ പിണറായി ഫാസിസത്തിന് അന്ത്യം കുറിക്കാൻ, ഈ തേർവാഴ്ച നശിപ്പിക്കാൻ നിങ്ങൾക്ക് പിന്നാലെ ഞങ്ങളുണ്ട് മാഷേ. ലാൽ സലാം.